ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതുതായി കാണുന്നവരാരെങ്കിലും അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കിച്ചണിൽ കയറിയപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ഞാനിന്ന് മസാല ദോശ കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അതിനുള്ള കിഴങ്ങാണ് കേട്ടോ, ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് സാധാരണ 10 മണി ഒക്കെ ആവും എണീക്കണമെങ്കിൽ. ഇന്ന് തണുപ്പായതുകൊണ്ട് നേരെ ഓപ്പോസിറ്റാണ്. തണുപ്പായതുകൊണ്ട് നേരത്തെ എണീറ്റിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറിയതാക്കി അരിഞ്ഞ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്ന് വേവുമല്ലോ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് വേവിച്ചാലും വേവും, കിഴങ്ങല്ല അധികം വേവൊന്നുമില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. മസാല ദോശ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇക്കാക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഇപ്പം പിന്നെ അധികം പഠിത്തമൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മക്കൾ കുറച്ച് ദിവസമായി ഇങ്ങനെ പറയുന്നു മസാല ദോശ ഉണ്ടാക്കും, മെച്ചി മസാല ദോശ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ പിന്നെ അവരുടെ ഒരു ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നേതായാലും അതാണ് ആക്കിട്ടോ. അങ്ങനെ അത് ഞാൻ വേവിക്കാൻ വേണ്ടി ഗ്യാസും വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വല്യുള്ളി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു 2-3 പൊണ വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഗ്യാസ് അല്ല, ഇനിയിപ്പോൾ ഗ്യാസ് കയറി ഒന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 പൊണ വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞാണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പച്ചമുളകൊന്നും ഇടുന്നില്ല, കാരണം മക്കൾ കടിക്കൂലേ, അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ അപ്പോഴേക്കും നമ്മളെ കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം വേവൊന്നുമില്ലല്ലോ, 2 വിസിലടിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഉടക്കണം. അപ്പോൾ ഇത് എന്നോട് ചോദിക്കണം ഇത് പൂളയാണോ, ഇതിപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ കഴിക്കൂല, നമുക്കിത് മസാല ഉണ്ടാക്കാനുള്ളതാണ് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും എനിക്ക് വേണ്ട, ഇങ്ങനെ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് കുറച്ച് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് അത് മസാല ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് പരിപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനിത് വല്യുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ, ഇത് ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കി എൻ്റെ കറിവേപ്പിലെന്ന് ഒരു ഫ്രഷ് ആയിട്ടുള്ളത് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് നമ്മൾ ഓൾറെഡി കിഴങ്ങിലിട്ടതാണ്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ, ഏറാൻ പാടില്ല. അങ്ങനെ അതും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. പച്ചമുളകും മുളക് പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് ചെറിയൊരു എരിവിന് വേണ്ടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടച്ച് വെച്ച കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കുറച്ച് വെളിച്ചം കമ്മിയായിരിക്കും കേട്ടോ, കാരണം ഓൾറെഡി എൻ്റെ ഗ്യാസിൻ്റെ അവിടേക്ക് അത്ര വെളിച്ചമില്ല. പിന്നെ ഇന്നാണെങ്കിലും മഴക്കാറ് മൂടിയതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അടുക്കളയിലേക്ക്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് വെളിച്ചം കുറച്ച് കമ്മിയുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചപ്പും കൂടെ അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ ചപ്പും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല സെറ്റായി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം കേട്ടോ.
അങ്ങനെ ഇതാ മസാല ഒക്കെ അവിടെ സെറ്റായപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കാൻ കേട്ടോ. നല്ല കനം കുറച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. മസാല ദോശ ആകുമ്പോൾ കനമില്ലാതെ നല്ല നെരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കനമില്ലാതെ പെരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടെ പെരത്തി കൊടുത്തിട്ടുണ്ട്. സാധാരണ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും പാടെ ടേസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓയിലാണ് കേട്ടോ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മസാല ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ട് സൈഡിക്കും നമുക്കത് മടക്കിയെടുക്കാം കേട്ടോ. ഇത് പല മാതിരി മടക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർക്ക് അങ്ങനെ 4 സൈഡാക്കിയിട്ട് കണ്ടും മടക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ മസാല ദോശയ്ക്ക് മടക്കാറ്. അങ്ങനെ മസാല ദോശ അവിടെ റെഡി ആയിട്ട് ഞാൻ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ സിതു. അപ്പോൾ ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മക്കൾ വരുമ്പോൾ അവർക്ക് ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും സിതും കൂടെ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മസാല ദോശ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്.